Hello dear students and parents, welcome to XandY Learning. അപ്പോൾ ഇന്ന് വളരെയധികം സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് വളരെയധികം അഭിമാനത്തോടു കൂടി ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. XandY ലേണിംഗിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നമ്മൾ +1 +2ൻ്റെ കൂടെ തന്നെ ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക്, അതായത് IITസും NITസും അതുപോലെ നല്ല ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിലേക്കൊക്കെ അഡ്മിഷൻ നേടിയെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ കുട്ടികൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ റിപ്പീറ്റിങ്ങിനും റിപ്പീറ്റിങ്ങിനൊന്നും പോവാതെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നല്ല കോളേജുകളിലേക്ക് അഡ്മിഷൻ നേടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സൊല്യൂഷൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെ? നല്ല ഫൗണ്ടേഷനോട് കൂടി സ്റ്റാർട്ട് ചെയ്യണം. 8ാം ക്ലാസ് 9ാം ക്ലാസ് മുതൽ തന്നെ സയൻസിലും മാത്തിലും വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ജനുവരിയിൽ JEE മെയിൻസ് 2023 സെഷൻ 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് XandYയുടെ ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റുഡൻസ് ഇപ്പോൾ ഒരു എക്സാം അപ്പിയർ ചെയ്തു. അപ്പോൾ അതിലുള്ള കുറച്ച് റിസൾട്ടുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് വളരെയധികം അഭിമാനത്തോടു കൂടി നമ്മുടെ മുഹമ്മദ് ആദിൽ കെ ഞങ്ങളുടെ ഫൗണ്ടേഷൻ കോഴ്സിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. മാത്രമല്ല NTSE സ്റ്റേജ് 1 ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻറ്റും കൂടെ ആയിരുന്നു ആദിൽ ഈ വർഷത്തെ JEE മെയിൻസിൽ 99.04% സ്കോർ ചെയ്യാൻ ആർക്ക് പറ്റി? ആദിലിന് സാധിച്ചു. അപ്പോൾ ഇത് ഫൗണ്ടേഷൻ കോഴ്സ് വേണമെന്ന് പറയുമ്പോഴും പലപ്പോഴും സ്റ്റുഡൻസിനും പാരൻസിനൊക്കെ ഡൗട്ടാണ്, ഇതെന്താണ് ഇതിൻ്റെ ഒരു ഉപകാരം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്ത് ബെനിഫിറ്റാണ് ഉണ്ടാവുക എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള എവിഡൻസ് അല്ലെങ്കിൽ തെളിവും കൂടിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. അതുപോലെ ഹാത്തിം ഹംസ NTSE സ്കോളറാണ്. NTSE സ്റ്റേജ് 2 ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. XandYയുടെ ഇയർ ലോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബാച്ചിലെ സ്റ്റുഡൻറ്റ് തന്നെ ആയിരുന്നു. 98.34% കൂടി JEE മെയിൻസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ നല്ല സ്കോറാണ്. നല്ല ടോപ്പ് NITകളിലേക്കുള്ള അഡ്മിഷൻ ഇതുകൊണ്ട് പോസിബിൾ ആണ്. ഇനിയിപ്പോൾ JEE അഡ്വാൻസ്ഡ് വരുന്നുണ്ട്, അതും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഹാത്തിം ഹംസക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ IITകളിലേക്ക് അഡ്മിഷൻ നേടാൻ കഴിയുന്നതാണ്. അടുത്തതായിട്ട് നമ്മുടെ ആദി കൃഷ്ണൻ ഞങ്ങളുടെ ഫൗണ്ടേഷൻ കോഴ്സിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. NTSE എക്സാമിൽ ഹൈ സ്കോർ ചെയ്യാൻ ആദി കൃഷ്ണയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 98.16% ആദി കൃഷ്ണ JEE മെയിൻസിൻ്റെ ഫസ്റ്റ് സെഷനിൽ നേടിയെടുത്തു. മുഹമ്മദ് ഫാസിൽ കെ ഫൗണ്ടേഷൻ കോഴ്സിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. കൂടെ തന്നെ NTSEയിലും നല്ല സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. 97.87% കിട്ടി. അംന മറിയം നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റുഡൻ്റ് ആണ്. NTSE ടോപ്പറും കൂടെയാണ്. 95.86 ആണ് അംന മറിയത്തിൻ്റെ പെർസെൻറ്റേജ്. അലീന മറിയം XandYയുടെ NTSE ബാച്ചിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻ്റ് ആയിരുന്നു. ഫൗണ്ടേഷൻ കോഴ്സ് അല്ല, ഞങ്ങളുടെ 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ള NTSE കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 93.21 ആണ് അലീന മറിയത്തിൻ്റെ പെർസെൻറ്റേജ്. ആൻഡ് അഫ്രിൻ അസ്ലം ഞങ്ങളുടെ മറ്റൊരു NTSE സ്റ്റേജ് 2 ക്വാളിഫൈ ചെയ്ത NTSE സ്കോളറാണ്. 2020-21 ബാച്ചിലെ NTSE കോച്ചിങ്ങിന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. 92% സ്കോർ ചെയ്യാൻ സാധിച്ചു. ഹന വഗേൽ ഓൾസോ NTSE ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. 91.84. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനിയും കുട്ടികളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റി? ഇവരുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ, ഈവൻ നമ്മുടെ കേരളത്തിലെ പല കുട്ടികളും റിപ്പീറ്റ് ചെയ്തിട്ടും പോലും നേടാൻ കഴിയാത്ത അത്രയും നല്ല റിസൾട്ട് ആദ്യത്തെ തവണ തന്നെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു. ഇനിയും 3 മാസം കഴിഞ്ഞിട്ട് JEEയുടെ സെക്കൻഡ് എക്സാം വരുന്നുണ്ട്, സെക്കൻഡ് സെഷൻ. അതിലൊന്നും കൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനേക്കാൾ ബെറ്റർ സ്കോറിലേക്ക് എത്താൻ പറ്റും. മാത്രമല്ല JEE അഡ്വാൻസ്ഡ് എക്സാമിലേക്ക് അതിലൂടെ നമുക്ക് IITകളിലേക്ക് അഡ്മിഷൻ അടക്കം ഇതിൽ പല ആളുകൾക്കും പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫൗണ്ടേഷൻ, എന്തിനാണ് ഫൗണ്ടേഷൻ എന്ന് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങളോട് പറയാറുണ്ടെങ്കിലും അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഇതുപോലെ ഇന്ത്യയിലെ പ്രീമിയർ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? XandY ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം, അറിയണം. 8, 9, 10 കുട്ടികൾക്ക് വേണ്ടിയിട്ട് സയൻസിലും മാത്തിലും വളരെ സ്ട്രക്ചേർഡായിട്ട് സയൻറ്റിഫിക് മെത്തേഡിലൂടെ നമ്മുടെ സ്കൂളിൻ്റെ കൂടെ തന്നെ എങ്ങനെ നമുക്ക് നല്ല സ്കിൽസ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസും നല്ല ഡീപ്പായിട്ട് കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ പഠിക്കാമെന്നുള്ളതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ മൊബൈൽ നമ്പറും മറ്റ് ഡീറ്റെയിൽസൊക്കെ ഉണ്ടായിരിക്കും. എത്രയും പെട്ടെന്ന് പാരൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിക്കുക. ഈ വർഷത്തെ നമ്മുടെ ബാച്ചിലേക്കുള്ള ഇനി നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലേക്കുള്ള അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ബാച്ച് ഓൾമോസ്റ്റ് ഫിൽ ആവാനായി. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കുക. ഒട്ടും വൈകിക്കാതെ തന്നെ അഡ്മിഷൻ എടുക്കുക. ഇതുപോലത്തെ നല്ല റിസൾട്ടുകൾ നമുക്ക് എന്ത് ചെയ്യണം? +2ൻ്റെ കൂടെ തന്നെ നേടിയെടുക്കേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗുഡ് ബൈ.